ഇ-കൊമേഴ്സ് പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇ-കൊമേഴ്സ് ടോട്ടൽ ബിസിനസ് ഒരു 3 കളറായിട്ട് സെറ്റ് ചെയ്യുക. ഒന്ന് റെഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഇ-കൊമേഴ്സ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരിക്കും. ലൈസൻസ് അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം പ്രൊഡക്റ്റ് പർച്ചേസിങ്, പ്രൊഡക്റ്റ് സെർച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ ഇതിന്ന് ഓർഡർ അധികം പ്രതീക്ഷിക്കരുത്. സെക്കൻഡ് സ്റ്റേജാണ് ബ്ലൂ. അത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഓർഡർ വരുന്നുണ്ടാവും, അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ എന്നാലും ബാലൻസ് ചെയ്ത് പോകും. മൂന്നാമത്തെ സ്റ്റേജാണ് ഗ്രീൻ. ഇതിലാണ് ആക്ച്വലി ടോട്ടലായിട്ട് പ്രോഫിറ്റായിട്ട് വരുന്നത്. ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ടിൻ്റെ റിട്ടേൺസ് വരുന്ന സമയമാണ് ഒരു ഗ്രീന്. പക്ഷേ പല ആളുകളും ഈ ഒരു യഥാർത്ഥം മനസ്സിലാക്കാറില്ല. പല ആളുകളും കാണുന്നത് ആ ഒരു ഗ്രീനിലുള്ള ആളുകളെ കണ്ടിട്ടായിരിക്കും ഇ-കൊമേഴ്സിലോട്ട് എൻ്റർ ചെയ്യുക. പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് 2 സ്റ്റേജ് കടന്നു പോകേണ്ടതുണ്ടെന്ന് അധികം ആളും മനസ്സിലാക്കലില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റെഡിൽ നിന്ന് ബ്ലൂവിലെത്തുന്ന മുമ്പ് പല ആളുകളും ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അനുസരിച്ചായിരിക്കാം. ചില പ്രൊഡക്റ്റുകൾ ആ ഒരു മാസം കൊണ്ട് തന്നെ ആ ഒരു ബ്ലൂ സ്റ്റേജിലേക്ക് എത്തും. ചില പ്രൊഡക്റ്റുകൾ 3, 4, 5 മാസമൊക്കെ ആവും. പക്ഷേ ഏതൊരു ബിസിനസ്സും നടക്കുന്നത് ആ ഒരു 3 സ്റ്റേജിൽ കൂടെയാണ്. ആദ്യം പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്തു, അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കസ്റ്റമർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ട്രസ്റ്റ് വന്നതിന് ശേഷം ആണ് അത് സെയിൽസിലോട്ട് വരിക. പക്ഷേ ഈ ഒരു ഡ്യൂറേഷന് പല ആളുകളും സ്കിപ്പാക്കാറുണ്ട്, അല്ലെങ്കിൽ പല ആളുകളും വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ തുടങ്ങി 1 മാസം, 2 മാസം, 3 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് പല ആളുകളും സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം ഇതാണ്. അവർ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ അതിന് ശേഷമാണ് ആക്ച്വലി അതിൻ്റെ ഒരു ബിസിനസ് ലെവലിലോട്ട് കയറാം. അപ്പോൾ പുതിയതായിട്ട് ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡുള്ളതായിരിക്കും. പക്ഷേ അതിനൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അത് സെയിൽസിലോട്ട് വരിക. അപ്പോൾ സെയിലാവുന്നത് വരെ, നല്ല രൂപത്തിൽ സെയിലാവുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കുക. താങ്ക് യു.